ഐസിയുടെ സൈഡിൽ നിന്ന് ഇന്ന് വന്നിട്ടുള്ള ഒരു വെരി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്, അതായത് 7th നവംബറിന് വന്നിട്ടുള്ള ഒരു വെരി ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ്. എന്താ സാറേ, എക്സാം വീണ്ടും പോസ്റ്റ്പോണ്ട് ആയ? എക്സാം വീണ്ടും പോസ്റ്റ്പോണ്ട് ഒന്നും ആയിട്ടില്ല. തന്നിട്ടുള്ള ഷെഡ്യൂളിൽ തന്നെയാണ് എക്സാംസ് ഉള്ളത്. പിന്നെ ഇതിൽ പറയുന്ന ടോപ്പിക് എന്താ? ഇതിൽ പറയുന്നത് ആസ് ഓഫ് നൗ ആരെങ്കിലും എക്സാമിൽ, ഞാൻ അത് നിങ്ങൾക്കൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം, പിന്നെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആസ് ഓഫ് നൗ ആരെങ്കിലും ഈ നവംബറിൽ നടക്കാൻ പോണ എക്സാം ഒന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൊവിഷന് മെയ് 2021 എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ICA കൊണ്ടുവന്നിട്ടുള്ള ഒരു ചേഞ്ച്, ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. സ്റ്റുഡൻസ് ഫോർ എനി റീസൺ, നിങ്ങൾക്കൊന്നെങ്കിൽ കോവിഡ് ബാധിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സിംറ്റംസ് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് കണ്ടെയ്ൻമെന്റ് സോൺ ആയി, ഇങ്ങനത്തെ കേസസിലൊക്കെ നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെയ് 21 വരെ വെയിറ്റ് ചെയ്യണമായിരുന്നു ആദ്യം. ഇപ്പോൾ പറയുന്നത് മെയ് 21 പകരം ഒരു നവംബർ എക്സാമിന്റെ സെക്കൻഡ് സൈക്കിൾ ICA എക്സാംസ് കണ്ടക്ട് ചെയ്യും. ആൻഡ് ഇത് സംഭവിക്കുക ജാൻ സെക്കൻഡ് ഹാഫിൽ, ജാൻ മിഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫെബ് ഫസ്റ്റ് ഹാഫിലായിട്ട് ഒരു സെക്കൻഡ് ഫേസ് നവംബറിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആസ് ഓഫ് നൗ ഇപ്പോൾ നവംബർ 2020 എക്സാംസ് ഒന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ജാൻ മിഡ് കഴിഞ്ഞിട്ടുള്ള എക്സാംസിൽ അപ്പിയർ ചെയ്യാം, അല്ലെങ്കിൽ മെയ് 21 എക്സാംസിൽ അപ്പിയർ ചെയ്യാം. ഇതാണ് ബേസിക്കലി നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഫാക്ട്സ്. പിന്നെ പോയിന്റ്സ് പറയുന്നത് എന്താണ്? ഇൻ കേസ് നൗ ഓപ്റ്റ് ഔട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇന്ന് നൈറ്റ് തൊട്ട് അതിൻ്റെ സെൽഫ് ഡിക്ലറേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ICAയുടെ സൈറ്റിൽ വരും. നമുക്ക് അൺടിൽ ദ ടൈം ഓഫ് എക്സാംസ്, ഈവൻ ബിറ്റ്വീൻ ദ എക്സാംസ് നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അഥവാ ഏതെങ്കിലും ഒരു കുട്ടി ഒരു ഗ്രൂപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു, ഫസ്റ്റ് ഗ്രൂപ്പ് ഫുൾ എക്സാം എഴുതിയിട്ട്, ബോത്ത് ഗ്രൂപ്പിന് അപ്ലൈ ചെയ്ത സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ഗ്രൂപ്പ് ഫുൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ആണ് ഓപ്റ്റ് ഔട്ട് ചെയ്യണതെങ്കിൽ പിന്നെ അവർ അടുത്ത അറ്റംപ്റ്റിൽ, ദറ്റ് ക്യാൻ ബി എനിത്തിങ്, ഒന്നെങ്കിൽ നിങ്ങൾ മെയ് അറ്റംപ്റ്റ് ആവാം, അല്ലെങ്കിൽ ഈ സെക്കൻഡ് സൈക്കിൾ ആവാം, അതിൽ നിങ്ങൾ നെക്സ്റ്റ് ഗ്രൂപ്പ് മാത്രം അപ്പിയർ ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ 2 പേപ്പർ എന്തെങ്കിലും എഴുതി ബാക്കി 2 പേപ്പർ പെൻഡിങ് ആണെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പ് എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, ആദ്യം എഴുതേണ്ടി വരും എന്നാണ് ഇതിൽ പറയുന്നത്. ലെറ്റ്സ് സീ. 7th നവംബർ 2020 വന്ന നോട്ടിഫിക്കേഷൻ, ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെന്റ്. 23rd 2020 ഓപ്റ്റ് ഔട്ട് സ്കീം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാസ്റ്റിലേക്ക് റെഫറൻസ് കൊടുത്തിട്ട് ഇൻ ദി എക്സ്റ്റെൻഡ് ഫോം ദി ഓപ്റ്റ് ഔട്ട് സ്കീം വുഡ് ബി അവൈലബിൾ. ആരൊക്കെ? ഇതൊക്കെ ആദ്യം പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ചെയ്യുന്നു. സ്റ്റുഡൻസ് കറന്റ്ലി കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ COVID-19 സിംറ്റംസ് ഉണ്ട്, ഓർ ഫാമിലി മെമ്പേഴ്സിൽ കോവിഡ് പോസിറ്റീവ് അപ് ടു ദി കൺക്ലൂഷൻ ഓഫ് എക്സാം വരെ കോവിഡ് പോസിറ്റീവ് നിങ്ങൾക്ക്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങളെ റെസിഡൻഷ്യൽ ഏരിയ കണ്ടെയ്ൻമെന്റ് സോൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ കേസസിൽ ICA എല്ലാവരും വെൽഫെയർ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് ലാർജ് റിക്വസ്റ്റ് കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ, who have already submitted ഓൺലൈൻ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ, നവംബർ 20 എക്സാംസിലേക്ക് ഓൾറെഡി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആൾക്കാർ, ആൻഡ് ഈ മേലെ പറഞ്ഞ കണ്ടീഷൻസിൽ ഏതെങ്കിലും നിങ്ങൾ അഫക്റ്റഡ് ആയി, അല്ലെങ്കിൽ ഇതിലെ കണ്ടീഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ യു ആർ അലൗഡ് ടു ഓപ്റ്റ് ഔട്ട് ആൻഡ് ക്യാരി ഫോർവേഡ് ദ കാൻഡിഡേച്ചർ ടു അനദർ എക്സാമിനേഷൻ സൈക്കിൾ. നവംബർ 2020 എക്സാംസിന്റെ സൈക്കിൾ 2. വാട്ട് ഇറ്റ് ബേസിക്കലി മീൻസ് ഇസ്, ഓപ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ അടുത്ത സൈക്കിൾ അത് നമ്മൾ നവംബർ 2020 എക്സാംസ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. സൈക്കിൾ 2ലേക്ക് ടു ബി കണ്ടക്റ്റഡ് ഇൻ ദി സെക്കൻഡ് ഹാഫ് ഓഫ് ജാനുവരി 2021 ഓർ ഫസ്റ്റ് ഹാഫ് ഓഫ് ഫെബ്രുവരി 2021. In this case, the examination fees and exception, if any, of a particular student will automatically be shifted or carry forward to the next exam. നിങ്ങൾ ഓൾറെഡി അടച്ച ഫീസ് ഓട്ടോമാറ്റിക്കലി ക്യാരി ഫോർവേഡ് ആവും, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള എക്സെപ്ഷൻസ് കാര്യങ്ങൾ ഫുൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ക്യാരി ഫോർവേഡ് ആവും. ആൻഡ് ഈ അറ്റംപ്റ്റ് നടന്നതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യൂല, നിങ്ങൾക്ക് കൗണ്ട് ചെയ്യൂല. ദ സ്റ്റുഡൻസ് വിൽ നോട്ട് ബി റിക്വയർഡ് ടു അപ്ലൈ ഫ്രഷ്. നിങ്ങൾ സൈക്കിൾ 2 എക്സാമിലേക്ക്, നിങ്ങൾ ഇപ്പം നടക്കാൻ പോണ നവംബർ 20 എക്സാംസിന് ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജാനുവരിയിൽ നടക്കാൻ പോണ എക്സാമിലേക്ക് വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങൾ മെയ് 21 എക്സാമിലേക്കാണ് ഇപ്പോൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ വീണ്ടും ആപ്ലിക്കേഷൻ ഫോം കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും, ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പിനുള്ള ഫീസാണ് ഇപ്പോൾ നവംബർ 20 നിങ്ങൾ ഫീസ് അടച്ചത്, മെയ് 21 എക്സാംസ് ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ആ സെക്കൻഡ് ഗ്രൂപ്പ്, അപ്പോൾ നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഫീസ് അടച്ചാൽ മതി. അതൊക്കെ സബ്സിക്വന്റ്ലി പറയുന്നുണ്ട്. സോ ആസ് ഓഫ് നൗ സൈക്കിൾ 2ലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേറെ ഫ്രഷ് ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് ഓൾമോസ്റ്റ് ഡിസംബർ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴേക്കും ICA റിലീസ് ചെയ്യും. പിന്നെ ഇൻ കേസ് ദ സ്റ്റുഡൻസ് അപ്പിയർ ഫോർ സം പേപ്പേഴ്സ് ഇൻ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആൻഡ് സബ്സിക്വന്റ്ലി ഹി ഓർ ഷീ ഓപ്റ്റ് ഔട്ട്സ് ഫോർ എനി ഓഫ് ദ റീസൺസ്, മേലെ പറഞ്ഞ 3 റീസൺസിൽ ഏതെങ്കിലും റീസൺസ് കാരണം നിങ്ങൾ, അതായത് നിങ്ങൾ കുറച്ച് പേപ്പേഴ്സ്, ഒരു ഗ്രൂപ്പിൽ കുറച്ച് പേപ്പേഴ്സ് എഴുതി എന്നിട്ട് നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഹി ഓർ ഷീ ഷാൽ ഹാവ് ടു അപ്പിയർ ഓൾ ദി പേപ്പേഴ്സ് ഇൻ ദ ഗ്രൂപ്പ് ഇൻ ദ നെക്സ്റ്റ് എക്സാം സൈക്കിൾ. അല്ലാതെ ഇനി ബാക്കിയുള്ള 2 പേപ്പർ ഞാൻ അറ്റൻഡ് ചെയ്തു, ഇനി ബാക്കിയുള്ള 2 അടുത്ത സൈക്കിൾ എഴുതിയാൽ പോരെ, അല്ല, ആ ഗ്രൂപ്പ് എല്ലാം നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും.
In case a student appears all the papers in a group and subsequently opt-outs for the other group for any reasons as mentioned in A to C, മേലെ പറഞ്ഞ റീസൺസ് കാരണം ഒരു ഗ്രൂപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ then the group in which he has appeared shall be taken as completely appeared and the student has to write other group in the next exam cycle. In that case നിങ്ങൾ ആ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം പിന്നെ എഴുതിയാൽ മതി, ഒരു ഗ്രൂപ്പ് ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് ഫുള്ള് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സൈക്കിളിനെ പറ്റി, ഇപ്പോൾ ജാനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിൽ നടക്കാൻ പോണ സെക്കൻഡ് സൈക്കിൾ എക്സാമിനെ പറ്റി ഡിസ്കസ് ചെയ്ത്. ഇനി ആൾട്ടർനേറ്റീവ്ലി ഇതല്ലെങ്കിൽ പിന്നെയുള്ള നിങ്ങൾ ഓപ്ഷൻ എന്താ, നിങ്ങൾക്ക് ഡയറക്ട്ലി ഏതിൽ അപ്പിയർ ചെയ്യാം, May 21 എക്സാമിൽ അപ്പിയർ ചെയ്യാം. Alternatively, students who are satisfying any of the conditions as mentioned in A to C above shall be allowed to opt out of November 20 exam and appear in May 21 at his or her option. However, എന്ത് ചെയ്യണം, ഫ്രഷ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. May 21 എക്സാമിലേക്ക് ആ റെലവൻറ്റ് ടൈം ആകുമ്പോൾ ഫീസ് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. ഡിഫറൻഷ്യൽ ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നു. ഒരു ഗ്രൂപ്പിൻ്റെ ഫീസ് നിങ്ങൾ ഓൾറെഡി അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ May 21 എക്സാമിൽ ബോത്ത് ഗ്രൂപ്പ് അപ്പിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഫീസ്, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി. പ്രൊസീജിയർ, ഓപ്റ്റ് ഔട്ടിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഇന്ന് 9 PM ഓൺവേർഡ്സ് ICAയുടെ സൈറ്റിൽ അവൈലബിൾ ആവും, എങ്ങനെയൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ. ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എക്സാമിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഓപ്റ്റ് ഔട്ടിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് തോന്നാണ് ഓപ്റ്റ് ഔട്ട് ചെയ്യുക, കുറച്ചുകൊണ്ട് തോന്നാണ് എക്സാം എഴുതിയാൽ കൊള്ളായിരുന്നു, ഒരു ചാൻസ് ഇല്ല. വാട്ട് ഐ വുഡ് അഡ്വൈസ് യു ഇസ്, നിങ്ങൾക്ക് അത്രയും ജെന്യുവൻ കേസ് ആണെങ്കിൽ മാത്രം ഓപ്റ്റ് ഔട്ട് ചെയ്താൽ മതി. അത്രയും ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ, നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻസ് കാര്യങ്ങൾ വെച്ചിട്ട് ജാനുവരിയിൽ എന്താവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. സോ നിങ്ങൾ അത്രയും പ്രിപ്പയർഡ് ആണ്, യു ആർ എന്താ പറയുക, എക്സാം എങ്ങനെയെങ്കിലും എഴുതി തീർക്കണം. ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ മാക്സിമം നിങ്ങൾ എഴുതാൻ തന്നെ നോക്കുക. ധൃതി പിടിച്ച് ഇപ്പോൾ തന്നെ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഇന്ന് 9 o'clock തൊട്ട് ഓപ്ഷൻ അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ ഇടയിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ടൈം ഉണ്ട്. മാക്സിമം പോസിബിൾ ആണെങ്കിൽ അത് എഴുതി തീർത്താൽ അത്രയും നിങ്ങൾക്കും റിലീഫ് ഉണ്ടാവും. പിന്നെ ഗിവൺ ആൻ ഓപ്ഷൻ ടു ഷിഫ്റ്റ് ടു, ഇത് പറയുന്നത് ഡിക്ലറേഷൻ ഫോം കാര്യങ്ങൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. ഷിഫ്റ്റ് ഇൻ ദ നെക്സ്റ്റ് November 20 സെക്കൻഡ് സൈക്കിള് മേലെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇത് അതായത് മേലെ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെ ഈ രണ്ട് ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള എന്താണ് ഫെസിലിറ്റി 9 o'clock തൊട്ട് അവൈലബിൾ ആവും. ഒരു പ്രാവശ്യം അത് എക്സസൈസ് ചെയ്താൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. Kindly note that once opt-out is taken, it will be treated as final. No request for its change will be entertained under any circumstances. ഇനി ഓപ്റ്റ് ഔട്ട് ചെയ്യാത്ത സ്റ്റുഡൻസ് ആര്, ഈ എക്സാമിൽ അപ്പിയർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ICAയുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ള എല്ലാ കെയറും ഫെസിലിറ്റീസും പ്രോപ്പർ പ്രോട്ടോകോൾ എല്ലാം പാലിച്ചെല്ലാം ചെയ്തിട്ടുണ്ട്, അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സോ ദിസ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് ഓൾസോ. സോ ലൈക്ക് ഐ ടോൾഡ് യു, ധൃതി പിടിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട. ഓപ്റ്റ് ഔട്ട് ചെയ്യലൊക്കെ നമുക്ക് ടൈം ഉണ്ട്. ഇഫ് യു വെരി വെൽ പ്രിപ്പയർഡ്, നിങ്ങൾ ഈ എക്സാമിനെ മാക്സിമം കൊടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ നമുക്ക് എനിവേസ് വി ഹാവ് ടൈം, ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ ലാസ്റ്റ് മൊമെന്റ് വരെ ടൈം ഉണ്ട്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്, സ്റ്റഡി വെൽ.